പൊന്നു തത്തമ്മ കണ്ണുമില്ലേ അന്നും ഒന്നുമില്ലാത്തതിനോടല്ല പറഞ്ഞു. എന്റെ പൊന്നു തത്തമ്മ, അവിടെ കരച്ചിലാണേ. എന്റെ പൊന്നു തത്തമ്മ ഉടനെ കണ്ണില്ലാത്തവനെ എന്ത് പറയാൻ? ഇതെങ്ങനെയുടെ ഒറിജിനൽ ആവും? ഇപ്പൊ നമസ്കാരം, ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബോസ് കണ്ടസ്റ്റൻസുകളും PR ടീമും. ബിഗ് ബോസും PR, ഈ PR തുടക്കകാലം മുതൽക്ക് തന്നെ ഉള്ള ഒരു സാധനമാണ് PR. പലർക്കും ഈ PR എടുക്കുന്ന കുറെ ഏജൻസീസ് ഉണ്ട്, അല്ലെങ്കിൽ കുറെ ഗ്രൂപ്പുകളുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് ആയിക്കോട്ടെ, അവര് തുറന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് PR വേണോ, അത് അവരുടെ ജോലിയാണ്, നിങ്ങൾക്ക് PR വേണോ PR കൊടുക്കും, അങ്ങനെ ചെയ്യും. പക്ഷെ PR-ന്റെ അതിപ്രസവം മാരകമായ ഒരു PR പ്രവർത്തനം കൊണ്ട് പലപ്പോഴും അർഹതപ്പെട്ടവർക്ക് ട്രോഫി കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും വലിയൊരു ഉദാഹരണം ഈ പറയുന്ന ജിൻഡയാണ്. ഇപ്പൊ തന്നെ ഇവിടെ PR-നെ കുറിച്ച് പല ഫൈറ്റുകൾ നടക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ പല ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ മൂപ്പൻ, എനിക്ക് വ്യക്തിപരമായിട്ട് കാലങ്ങളോളം അറിയാവുന്ന ഒരു വ്യക്തിയാണ് മൂപ്പൻ PR എടുത്തു, രണാസുനയുടെ PR എടുത്തു എന്നുള്ളത് എന്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം. ഒരിക്കലും ഒരു കാരണവശാലും അങ്ങനെ ഒന്ന് ചെയ്യുന്ന ഒരു മനുഷ്യനല്ല മൂപ്പൻ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മൂപ്പൻ എപ്പോഴും ഈ പറയുന്ന ബിഗ് ബോസ് തുടങ്ങുമ്പോൾ എപ്പോഴും ഒരു റിബലായിട്ട് നിൽക്കുന്നതായിട്ട് അവന്റെ ഒരു പ്രത്യേകിച്ച് അവനൊരു ചിന്തയുണ്ട്. മറ്റുള്ളവരെ സപ്പോർട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരെ പിന്നീട് വിമർശിക്കുന്നവരെ അവൻ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും. അത് അവന്റെ ഒരു ഗെയിം പ്ലാൻ ആണ്, അല്ലെങ്കിൽ അവന്റെ ഒരു തോട്ടം. അവൻ റിബലായിട്ട് നിന്നുകൊണ്ട് ചെയ്യും. അല്ലാതെ ഒരിക്കലും മൂപ്പൻ അങ്ങനെ ഒരു PR വാങ്ങില്ല, അത് വ്യക്തമായിട്ട് എനിക്കറിയാം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഈ നടന്ന PR വർക്കുകൾ കൊണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി നടത്തിയ മാരകമായ PR വർക്കേഴ്സ് ഉണ്ട്. അതിൽ പലവരും ഈ പറയുന്ന സാധാരണക്കാരെല്ലാം പെട്ടുപോയിട്ടുണ്ട്. അവരതൊക്കെ വിശ്വസിച്ച് ഇതൊക്കെ റിയൽ ആണ് എന്ന് കരുതി വോട്ട് തള്ളിക്കൊടുത്തവരുണ്ട്. അതുപോലെ തന്നെ അതേ PR തന്നെ ഇപ്പൊ PR-ന്റെ മാരക വർഷനായിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ എത്തിയ രേണുസുതിയാണ്. ഈ രേണുസുതി ഉടനെ തന്നെ തുടക്കം അതിനകത്ത് കയറിയ ചേട്ടാ ഞാൻ എത്തി എന്ന് പറഞ്ഞു തുടങ്ങി. ഇപ്പൊ വെറും 4 ദിവസമായുള്ളൂ. PR-ന്റെ അല്ലെങ്കിൽ PR-കൾ പഠിപ്പിച്ചു വിട്ടതിന്റെ പല വെർഷൻസ് നമ്മൾ കണ്ടു. അത് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്നെ കൂടി ഞെട്ടിച്ചുകൊണ്ടാണ് മുൻപേ തന്നെ ഷൂട്ട് ചെയ്ത് വെക്കുക. അതായത് ഞാൻ ഈ ആഴ്ച പിന്നീട് എലിമിനേഷനിലുണ്ട്, നോമിനേഷനിലുണ്ട്, എന്നെ നിങ്ങൾ സപ്പോർട്ട്, അങ്ങനെ എല്ലാ ആഴ്ചയിലും ഷൂട്ട് ചെയ്ത് വെക്കുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു മാരക വെർഷനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ പറയും പോലെ കരച്ചിൽ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, അതൊരു PR-ന്റെ ഒരു വർക്കാണ്. പിന്നെ ഈ കരച്ചിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോ ഇന്നലെ രണാസുന അവിടെ ഇരുന്ന് കരയുന്നത് കൊണ്ട് ഋതപ്പനെ ആലോചിച്ച്, അല്ലെങ്കിൽ എന്റെ മോനെ ചക്കരെ നീ എന്റെ ആത്മാവാണ് എന്നൊക്കെ പറഞ്ഞ് കരയുന്നത് നിങ്ങൾ കണ്ടു. കുറെ പേര് അതിനെ റീൽസ് ആക്കി. പാവം ഒറ്റപ്പെട്ട് ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നത് കണ്ടില്ല. അത് റിയൽ ആണോ? ആ കരഞ്ഞത് റിയൽ ആണ്. വെറും 4 ദിവസം കൊണ്ട് കരഞ്ഞത് റിയൽ ആണോ? റിയൽ അല്ല എന്നുള്ളത് വ്യക്തമായിട്ട് പ്രൂഫ് അടക്കം ഞാൻ ഇവിടെ കാണിച്ചു തരികയാണ്. ആദ്യം ഈ കരഞ്ഞതിന്റെ ഒരു ചെറിയ വെർഷൻ ഞാൻ ഇവിടെ വെക്കുകയാണ്. നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം, മനസ്സിലായോ? എന്നിട്ട് ഞാൻ ഇത് എന്തുകൊണ്ട് ഞാൻ ഇത് കള്ളമാണ് എന്ന് പറയുന്നതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആദ്യം ആ സാധനം. പൊന്നു തത്തമ്മ കണ്ണുമില്ലേ അന്നും ഒന്നുമില്ലാത്തതിനോടല്ല പറഞ്ഞു. കേട്ടോ? ഒരിക്കൽ കൂടി അത് നിങ്ങൾ ഇത് കരയാൻ വേണ്ടി വന്ന ഒരു അമ്മയാണ്. അതായത് സ്വന്തം 2 മക്കള്, ഋതപ്പനായിക്കോട്ടെ ഈ പറയുന്ന കിച്ചു ആയിക്കോട്ടെ, കിച്ചുവിനെ ഓർത്ത് 4 ദിവസം കൊണ്ട് കാണാൻ പറ്റാത്ത വിഷമത്തിൽ നെഞ്ചുരുകി എന്ത് ചെയ്യുന്നു, ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ അല്ലെങ്കിൽ വന്നു നിന്ന്, അല്ലെങ്കിൽ കണ്ണാടിക്ക് ഫ്രണ്ടിൽ വന്നു നിന്ന് കരയുകയാണ്. കരയാൻ വേണ്ടി, കാരണം അത്രയ്ക്ക് സങ്കടപ്പെട്ട് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് കരയുന്നതിന്റെ ആദ്യത്തെ ഭാഗമാണ്. ഒരിക്കൽ കൂടി കണ്ടോ? പൊന്നു തത്തമ്മ കണ്ണുമില്ലേ അന്നും ഒന്നുമില്ലാത്തതിനോടല്ല പറഞ്ഞു. വല്ല മനസ്സിലായോ? ഇതിനകത്ത് കരയാൻ വേണ്ടി വരെയാണ് ഒരു തത്തമ്മയുടെ ഒരു ഫേമിലിക്കുന്നു. എന്റെ പൊന്നു തത്തമ്മ, അവിടെ കരച്ചിലാണേ. എന്റെ പൊന്നു തത്തമ്മ ഉടനെ കണ്ണില്ലാത്തവനെ എന്ത് പറയാൻ? ഇതെങ്ങനെയുടെ ഒറിജിനൽ ആവും? ഇപ്പൊ ഒരാള് വിഷമിച്ച് തന്റെ സങ്കടം പറയാൻ വേണ്ടിയിട്ട് വരികയാണ്. അവിടെ ഒരു ഒബ്ജക്റ്റ് കണ്ടു, അല്ലെങ്കിൽ ഒരു തത്തമ്മ കണ്ടു. ആ തത്തമ്മയെടുത്ത് പറയാൻ പോകുന്ന സമയത്ത് കരച്ചിലാണ്. കാരണം ദുഃഖം എന്റെ മനസ്സിലുണ്ട്. എന്റെ പൊന്നു തത്തമ്മ, ഇതെന്തൊരു തത്തമ്മയെ കണ്ണില്ലേ, എന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇതെങ്ങനെ സങ്കടമാവും? ഇതിനെയാണ് ആക്ടിങ് എന്ന് പറയുന്നത്. ഇതിനാണ് പച്ച മലയാളത്തിൽ അഭിനയം എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തർക്കിക്കാനുണ്ടോ? ഇതിനെ തർക്കിക്കാനുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിച്ചു. നിങ്ങൾക്കൊരു സങ്കടം മൂത്ത് നിങ്ങൾ ഒരിടത്ത് സംസാരിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയാണോ? പെട്ടെന്ന് ഇങ്ങനെ കരച്ചിൽ വരും, പിന്നെ വീണ്ടും ദേഷ്യം വരും, പരിഭവം വരും, മാറ്റി വെച്ചിട്ട് വീണ്ടും സങ്കടം എങ്ങനെയാ വരുന്നത്? അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം കൂടി ഞാൻ വെച്ചുതരാം. ഇതിൽ നിന്നും വളരെ കൃത്യമായിട്ട് അറിയാം ഇത് PR-ന്റെ മാരക വെർഷനാണ്. PR പറഞ്ഞു പഠിപ്പിച്ച സാധനമാണ്. ഇനി ഇതിന്റെ ബാക്കി ഭാഗം
അതും കൂടി കേൾക്കാം കേട്ടോ. ഇവിടെ ഒരു മനുഷ്യനില്ലല്ലോ. തുടങ്ങും. എന്റെ പൊന്നു തത്തമ്മ കണ്ണുമില്ലേ? കണ്ണും ഒന്നും ഇല്ലാത്തതിനോട് എന്നാ പറഞ്ഞിട്ട് എന്നാ കാര്യമാ തത്തമ്മ? ഓക്കെ, അതായത് എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ തത്തമ്മയോട് സങ്കടം പറഞ്ഞ് രേണു എന്നിട്ട് ഒരു കരയുന്ന ഒരു സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് PR മറ്റൊരു വെർഷനാണ്. ഈ കരയുന്ന ആദ്യം ഇവിടെ ആരും ഇല്ലല്ലോ, അപ്പുറത്ത് ഇപ്പുറത്ത് തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഇവിടെ ആരും ഇല്ല. എന്നിട്ട് തത്തമ്മ എടുത്ത് പറയുകയാണ്, നമ്മൾ കരയുമ്പോൾ തത്തമ്മയെങ്കിൽ തത്തമ്മ ആ വികാരം എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ഇവിടെ കരഞ്ഞുകൊണ്ട് വന്ന് എന്റെ പൊന്നു തത്തമ്മ, തത്തമ്മയ്ക്ക് കണ്ണില്ല, കണ്ണില്ലാത്തവടുത്ത് പറഞ്ഞിട്ട് കാര്യം എന്തെന്ന് പറയാം. അതെ, കണ്ണില്ലാത്തവനടുത്ത് പറഞ്ഞിട്ട് കാര്യം കേൾക്കത്തില്ല. അപ്പൊ ഞാൻ കരയുന്നത് 4 ആള് കേൾക്കണം. കണ്ണില്ലാത്ത നീ കേട്ടിട്ട് കാര്യമില്ല, 4 ആള് കേൾക്കണം. ബാക്കി രാവിലെ കാപ്പി ക്രീം ബിസ്ക്കറ്റ് തരുമായിരുന്നു. കാപ്പി തരാൻ പറഞ്ഞു. ഈ തത്തമ്മ എടുത്ത് കണ്ണില്ലാത്തവന്റെ എന്ത് പറഞ്ഞൊരു കാര്യം നീക്കി വെച്ചിട്ട് തവേനെ വീണ്ടും സങ്കടം വരെയാണ്. ആ സ്പോട്ടിൽ സങ്കടം വരെയാണ്. കാപ്പി തരുമെന്നോ തേങ്ങ തരുമെന്നൊക്കെ പറയുന്നു. ബാക്കി ബാത്റൂമിനകത്ത് കരയാതെ വെച്ചാൽ നടക്കത്തില്ല. ആൾക്കാരുണ്ട് പെട്ടെന്ന്. ബാത്റൂമിനകത്ത് വെച്ച് കരയാന്ന് വെച്ചാൽ നടക്കില്ല, ആൾക്കാരുണ്ട്, നമുക്കൊരു ശല്യമാണ്. ഇവിടെ ആകുമ്പോൾ ആൾക്കാരും 4 ആള് കാണുകയും ചെയ്യും. മനസ്സിലായോ? അത്രയ്ക്ക് സങ്കടമുള്ള ഒരു ബാത്റൂം. അത് പണ്ടേ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്. ഇത് കൃത്യമായിട്ട് പഠിപ്പിച്ചതെന്ന് ഞാൻ പറയാൻ കാരണം, പണ്ടൊക്കെ ഇങ്ങനെ കരയുമ്പോൾ നമുക്ക് പറഞ്ഞു നിനക്ക് അത്രയ്ക്ക് സങ്കടം, നമുക്ക് ബാത്റൂമിൽ പോയിരുന്ന് കരഞ്ഞൂടെ. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇവിടെ പറഞ്ഞത് ബാത്റൂമിനകത്തിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ വരെ എന്നെ ശല്യപ്പെടുത്തും എന്നുള്ളതാണ്. ഇത് ബാത്റൂമിനകത്ത് കഥ കെട്ടടച്ചിരുന്ന എപ്പോഴും ബാത്റൂമിൽ കയറിക്കൊണ്ടിരിക്കുകയല്ലേ ആൾക്കാർ. അത് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സെന്റൻസ് അവിടെ അടിച്ചത്. ബാക്കി ഇതിനിടയിൽ ക്യാമറയെ നോക്കുന്ന ഒരു സീനുണ്ട്, കാണിച്ചു തരാം. കരച്ചിൽ വന്നു. ആ അമ്മയുടെ പൊന്ന്, അമ്മയുടെ വരട്ടെ. ക്യാമറയെ നോക്ക്. ഓയോ, അതാ നോക്കി. ക്യാമറയെ നോക്കി കണ്ടോ? അമ്മയുടെ പൊന്നെ, അമ്മയുടെ കിച്ചു. എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ക്യാമറ നോക്കി. ഈ കിച്ചു തന്നെ അവിടെ 4 മാസത്തിലൊരിക്കലാണ് പോണത്. അവൻ പണം ചോദിക്കാൻ ബാങ്ക് വേണ്ടി മാത്രമാണ് വിളിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അഭിനയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇട്ടത്. ബാക്കി കൂടി പറഞ്ഞുതരാം. പിന്നെ ഭയങ്കര കരച്ചിലായി, ബഹളമായി. അപ്പൊ ഇതിൽ നിന്ന് ഇത് അഭിനയമല്ല എന്ന് വിശ്വസിക്കുന്നവർ മണ്ടന്മാരാണ്, അല്ലെങ്കിൽ അന്ധത ബാധിച്ച് നടക്കുന്നു. ഞാനിത് എടുത്ത് പറയാനുള്ള കളിച്ച് ജയിക്കട്ടെ. ഞാൻ എപ്പോഴും ഈ പറയുന്ന രണാസുനിയെ എതിർക്കാനുള്ള അല്ലെങ്കിൽ വിമർശിക്കാനുള്ള മെയിൻ കാരണം ഈ പറ്റിക്കലാണ്. ആൾക്കാരെ പറ്റിക്കലാണ്. അതെനിക്ക് ഇഷ്ടപ്പെടില്ല. മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് ഞാൻ മറ്റെന്തോ ആയി എന്ന തരത്തിലേക്ക് പറയുമ്പോൾ കള്ളങ്ങൾ പറയുക ആൾക്കാർ. അല്ലാതെ നീ ഈ പറയുന്ന എന്താണ്, പിന്നെ റീൽ ചെയ്യേണ്ടെന്നോ പിന്നീട് പടം ചെയ്യേണ്ടെന്നോ അവിടെ പോകണ്ടെന്നോ ആരും പറഞ്ഞില്ല. ഇന്ന ഡ്രസ്സ് ഇടണമെന്നോ ആരും പറഞ്ഞു. ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങൾ അന്ന് അഭിനയിച്ചപ്പോ നമ്മളൊക്കെ നിങ്ങളെ സപ്പോർട്ട്, നിങ്ങൾ ഫസ്റ്റ് റീൽ ഇട്ടപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തവരാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആരും പറഞ്ഞു. അപ്പൊ ഇത് കൃത്യമായിട്ട് 101 201% ഞാൻ ഇത് കൃത്യമായി പഠിപ്പിച്ചു വിട്ട സാധനമാണ്. അതുകൊണ്ട് ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മെയിലുണ്ടേ. അതുകൊണ്ടാണ് ഫസ്റ്റ് ആ തത്തമ്മ വന്നത്. തത്തമ്മ വരുമ്പോൾ പെട്ടെന്ന് ഇമോഷൻസ് മാറുന്നത് എങ്ങനെയാണ്? ഇത് ഈ പറയുന്നത് PR ആണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വേറൊരു കേസും കൂടി ഞാൻ കാണിച്ചു തരാം. ഈ PR കൊടുത്തത് ജിൻഡോയുടെ PR വർക്കേഴ്സാണ്. ജിൻഡോ ഇതേ ഐഡിയ മുമ്പ് പിന്നെ ഈ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. ജിൻഡോയുടെ ചെറിയ വർഷം കാണിച്ചു തരാം, കണ്ടോ? നമ്മുടെ ഇടപെടലിൽ ഞാൻ തളരില്ല, ഒരിക്കലും തളരില്ല. ഓക്കെ, ഇതും ഈ പറയുന്ന നമ്മുടെ ജിൻഡോയും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ജിൻഡോ എന്ത് ചെയ്തിരുന്നത്? ഈ പറയുന്ന ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ നോക്കി. അവിടെ അമ്മ പാസമായിരുന്നു, കാരണം ഭാര്യയും മക്കളൊന്നും ഇല്ലല്ലോ. ഭാര്യ ഉണ്ടായിരുന്നത് കളഞ്ഞിട്ട് പോയെന്ന എനിക്ക് എൻ്റെ അറിവ്. അമ്മ പാസം കാണിക്കുന്നു. അതുവഴി പ്രേക്ഷകർക്ക് ഇവരിലൂടെ ഇഷ്ടം കയറിയത് അങ്ങനെയാണ്. ഈ ഒരു പെൺകുട്ടി, ഞാൻ വിധവയാണ്, എനിക്ക് വേറെ നിവൃത്തിയില്ല, എനിക്ക് ഇത് ചെയ്തല്ലേ പറ്റുള്ളൂ, എന്റെ 2 കുട്ടികളോടുള്ള ഇഷ്ടമൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന കള്ളങ്ങൾ മനസ്സിലാവാത്ത, താങ്കൾ പറ്റിക്കപ്പെടുകയാണ് എന്ന് മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാർ ഇവർക്ക് വോട്ട് കൊടുക്കും. ഇവരോട് സങ്കടം. അതങ്ങനെ അല്ല, ഇത് നിങ്ങളെ പറ്റിക്കുകയാണ്. ഈ സാധനം പറ്റിക്കുക. 4 ദിവസം കൊണ്ടൊന്നും ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഇതൊക്കെ പറ്റിപ്പാണ് എന്ന് ഞാനിത് വീണ്ടും പറ്റിപ്പെന്ന് എനിക്കറിയാന്നേ. ഇനി ആരെ കൊണ്ട് സദ്യ ഇടുന്നത് എനിക്കറിയത്തില്ല. എനിക്കറിയാം. ഈ രണാസുനെ അതിന് ശേഷം കിച്ചുവിനെ കുറിച്ചൊക്കെ പറഞ്ഞതും ഈ പറയുന്ന പിന്നെ അവർ സുധിയെ കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീണ്ടും എന്നെ വിമർശിക്കുന്നവർ ഒരുപാടുണ്ട്. ഇനി PR ടീംസ് ഇവിടെ നിന്ന് തെറി വിളിച്ചാലും കുഴപ്പമില്ല, വിമർശിക്കുന്ന ഒരുപാടുണ്ട്. കള്ളത്തരത്തിൽ അല്ലെങ്കിൽ ചതിക്കപ്പെടാൻ വേണ്ടിയിട്ട് നിന്നു കൊടുക്കരുത്.
അല്ല, നല്ല രീതിയിൽ കളിച്ച് ജയിക്കും, നല്ല കണ്ടന്റ് ഉണ്ടാക്കി കളിച്ച് ജയിക്കുന്നത്. കണ്ടന്റ് ഉണ്ടാകാനൊക്കെ അറിയാം, നല്ല ഡാൻസ് കളിക്കാനൊക്കെ അറിയാം. രണാസുദിക്ക് വേണേ ഒരു ഡാൻസ് വെച്ചുതരാം. ോ ഡാൻസ് കളിക്കാനൊക്കെ ഈ പറയുന്ന നമ്മുടെ രേണുസുധിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഞാൻ ഇപ്പോഴും പറയുന്നു, ഇനിയും ഇതുപോലുള്ള PR-ന്റെ മാരക വെർഷൻസ് ഇനിയും വരും. ഈ പറയുന്ന പിന്നെ രേണുസുധിയുടെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ രണാസുനയുടെ ഒരു പ്രശ്നം, എവിടെയും ഒരു പൂർത്തീകരണമില്ല, ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയത്തില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ലൂപ്പോൾസ് കൊണ്ടിട്ട് ഞാൻ ഇതാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ചു നേരം ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന വിമർശനങ്ങൾ ഉണ്ടാവും. ഞാൻ ഇപ്പോഴും പറയുന്നു, മാന്യമായിട്ട് എന്താണ് അവര് മറ്റുള്ളവരെ കളിക്കും പോലെ മാന്യമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി എതിർത്ത് നിന്ന് കളിക്കൂ. നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യും, മാന്യതയോടുകൂടി. അല്ലാതെ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് PR ടീമിന് ക്യാഷ് കൊടുത്ത് PR ഇവിടെ കുറെ എണ്ണം ഇറങ്ങി വന്ന് കൊണ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യവും ജിൻഡോയ്ക്ക് പറ്റിയ അബദ്ധം നമുക്ക് ആർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പറ്റരുത്. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചതിൽ ഞാൻ പറഞ്ഞതിൽ ഇത് അഭിനയമല്ല, ഇത് യഥാർത്ഥമാണെന്ന് പറയുന്നവർ അത് കമന്റ് ഇടും. അതിന്റെ കാരണവും കൂടി എനിക്ക് അറിയണം. ഞാനിപ്പോ ഒരു വീഡിയോ കാണിച്ചെന്നല്ലോ, അയ്യോ കിച്ചുവിനെയും ഈ പറയുന്ന ഋതപ്പനെയും നോക്കി തേങ്ങി കരയുന്ന വിധവയായ ഒന്നുമില്ലാത്ത ഒരു വീട്ടമ്മയായിട്ട് തേങ്ങലായിട്ടാണോ അത് തോന്നിയത്? അതോ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് എടുത്തിട്ട് തന്നതാണോ? ഇതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.